പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പണം അടയ്ക്കാത്തതിനെ തുടർന്ന് അച്ചടി സാമഗ്രികൾ ലഭിക്കാത്തതിനാൽ പുസ്തകങ്ങളുടെ അച്ചടി പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ച് വീണ്ടും അച്ചടി പുനരാരംഭിച്ചിട്ടുണ്ട്. ദിവസവും 35 ലക്ഷം പുസ്തകങ്ങളാണ് ഇപ്പോൾ അച്ചടിക്കുന്നത്. ഈ മാസം 30-നുള്ളിൽ തന്നെ എല്ലാ പുസ്തകങ്ങളുടെയും വിതരണം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാരുമായി കരാറിലൊപ്പിട്ട PM ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും. ഇത് UDFന്റെ പോളിസി മാറ്ററാണെന്നും ഇതേക്കുറിച്ചുള്ള നിയമവിഷയങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. +1 സീറ്റിന്റെ കുറവ് ചില ജില്ലകളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് മലപ്പുറത്താണ്. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് എടുത്ത് അതിൽ തീരുമാനിച്ചത്, കുറേ അഡീഷണൽ ബാച്ചുകൾ സർക്കാർ സ്കൂളുകൾ കുറേ അഡീഷണൽ ബാച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഈ അഡീഷണൽ ബാച്ചുകളിൽ ഉൾപ്പെടെ മാർജിനൽ ഇൻക്രീസും കൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണത്തെ അലോട്ട്മെന്റ് നടത്തും. മറ്റത് ആദ്യം അനുവദനീയമായ സീറ്റിൽ നടത്തിയിട്ട് പിന്നെയാണ് അഡീഷണലിലേക്ക് വരിക. അതല്ലാതെ ഈ 350 അഡീഷണൽ ബാച്ച് വേണ്ടി വരും. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് അലോട്ട്മെന്റ് നടത്തുക. എന്നിട്ട് ബാലൻസ് വന്നാൽ ആ ജില്ലകളിൽ പ്രത്യേകമായ സംവിധാനം. പിന്നെ സ്ഥിരമായ ബാച്ച് കാര്യങ്ങൾ കുറവുള്ളത് കൊടുക്കണമെങ്കിൽ അതൊരു ഫൈൻഡിങ്സ് വേണം. അത് കഴിഞ്ഞ് അതിനുള്ള ചില നടപടിക്രമങ്ങളും വേണം. അതൊന്നും ഇപ്പോൾ ഈ വർഷം നമ്മുടെ മുമ്പിൽ സമയമില്ല. അധ്യയന വർഷം അതിന്റെ വക്കത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കും. പാഠപുസ്തകം അച്ചടി പൂർത്തിയായിട്ടുണ്ട്. ഒരു കവറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവർക്ക് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കോർപ്പറേഷനാണ് ഇവർക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരുന്നത്. പൈസ കൊടുക്കാത്തത് കൊണ്ട് അത് മുടങ്ങിയിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ചടി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പൂർത്തീകരിച്ച പുസ്തകങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ബുക്ക് ഡിപ്പോകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. KPBS ഇത് അച്ചടിക്കുന്ന കേന്ദ്രം, അവിടെ നിന്ന് 3.5 ലക്ഷം പുസ്തകമാണ് ഒരു ദിവസം. ഇന്നലെ നമുക്ക് 30-ാം തീയതിക്കുള്ളിൽ എല്ലായിടത്തും പുസ്തകത്തോളും 3.5 ലക്ഷം പുസ്തകം അവിടെ നിന്ന് മൂവ് ചെയ്യണം. അപ്പം അതുവരെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ചില ദിവസങ്ങളിൽ 2 ലക്ഷമോ 1.5 ലക്ഷമൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പോയാൽ 30-ാം തീയതിക്കുള്ളിൽ ആവില്ല. പക്ഷെ ഇന്നലെ നമ്മളത് വീണ്ടും പറഞ്ഞപ്പോൾ ഇന്നലെ മൂവ് ചെയ്തത് 3.5 ലക്ഷം പുസ്തകമാണ്. അതായത് പുസ്തക അച്ചടി കേന്ദ്രത്തിൽ നിന്ന് വിവിധ ജില്ലകളിലേക്കായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ വാച്ച് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വന്ന ഉടൻ ഇതിൽ നിതാന്ത ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമുക്ക് ഉറപ്പ് തരുന്നത്, ഇന്നലെയും നമ്മുടെ DG ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ പറഞ്ഞ കൃത്യമായിട്ട് 30-ാം തീയതിക്കുള്ളിൽ എല്ലായിടത്തും പുസ്തകം എത്തുന്നതിന്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.